നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ഔഷധ നിർമ്മാണ രംഗത്ത് സുപ്രധാനമായ ആഗോള ശക്തിയാണ് ഇന്ന് ഇന്ത്യ. നമ്മുടെ രാജ്യത്തെ ഫാർമസി വ്യവസായ മേഖല വലിയ വളർച്ചയാണ് കഴിഞ്ഞ ഏതാനും ദശകങ്ങളിൽ കൈവരിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ ഈ കുതിപ്പിൽ ഒരു നാഴികക്കല്ലുകൂടി. പ്രതിരോധശേഷിയുള്ള അണുബാധകൾക്കെതിരെയുള്ള തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ആന്റിബയോട്ടിക് നാഫിത്രോമൈസിൻ കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അടുത്തിടെ പുറത്തിറക്കിയിരുന്നു. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ശേഷിയുള്ള ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന ഗുരുതര രോഗമായ കമ്മ്യൂണിറ്റി അക്വയർഡ് ബാക്ടീരിയ ന്യൂമോണിയ ചികിത്സിക്കുന്നതിനാണ് നാഫിത്രോമൈസിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 14 വർഷത്തെ സമർപ്പിത ഗവേഷണത്തിന്റെ ഫലമാണ് ഈ നേട്ടം. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഒരു ആഗോള പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് സുപ്രധാനമായ ഈ കണ്ടുപിടുത്തം. ഒപ്പം ഇന്ത്യൻ ഫാർമസി ഗവേഷണ രംഗങ്ങളിൽ ഒരു കുതിച്ചുചാട്ടവും. കായിക താരങ്ങൾക്ക് അവരുടെ പേശികളുടെ ഘടനയെ അടിസ്ഥാനമാക്കി അനുയോജ്യമായ കായിക ഇനങ്ങൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി. പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു കൂട്ടം ഗവേഷകർ പേശികളുടെ ഘടന വിലയിരുത്തി ഇത്തരത്തിൽ കായിക ഇനം തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം വികസിപ്പിച്ചു. അടുത്തിടെ ഈ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് ലഭിച്ചു. കോളേജിലെ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പ്രൊഫസർ ജി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ IIT മദ്രാസിൽ നിന്നുള്ള പ്രൊഫസർ S രാമകൃഷ്ണൻ, ഗവേഷണ വിദ്യാർത്ഥികളായ ദിവ്യ ശശിധരൻ, രമ്യ R നായർ എന്നിവരടങ്ങിയ ടീമാണ് സംവിധാനം വികസിപ്പിച്ചത്. മസിലുകളുടെ ഘടന മനസ്സിലാകാൻ ചെലവ് കുറഞ്ഞതും വേഗമേറിയതും ലളിതവുമായ പ്രക്രിയയാണ് ഇവർ വികസിപ്പിച്ചത്. പ്രൊഫസർ ജി വേണുഗോപാൽ നല്ല വാർത്തയോട്. മനുഷ്യ ശരീരത്തിൽ അസ്ഥിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 2 തരത്തിൽപ്പെട്ട മസിലുകൾ അല്ലെങ്കിൽ മസിൽ ഫൈബറുകൾ ആണ് ഉണ്ടാവുക. ടൈപ്പ് 1 മസിൽ ഫൈബർ എന്നും ടൈപ്പ് 2 മസിൽ ഫൈബർ എന്നുമാണ് വിളിക്കുക. അപ്പോൾ ഈ ടൈപ്പ് 1 മസിൽ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് ക്ഷീണിക്കാത്ത മസിലുകളാണ്. ടൈപ്പ് 2 മസിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്ഷീണിക്കും, എന്നാൽ ഒരുപാട് ഫോഴ്സ് വേണ്ട ആക്ഷനുകൾക്ക് ഉപയോഗിക്കപ്പെടുന്ന മസിലാണ്. സാധാരണ ഈ മസിലുകൾ ചിലർക്ക് ഈ ടൈപ്പ് 1 ഫൈബേഴ്സിൻ്റെ അളവ് കൂടുതലായിരിക്കും, ചിലർക്ക് ടൈപ്പ് 2 ഫൈബേഴ്സിൻ്റെ കൂടുതലായിരിക്കും. അതാണ് ഒരു മനുഷ്യന് ഏത് തരത്തിൽപ്പെട്ട ആക്ടിവിറ്റീസിൽ കൂടുതൽ ശോഭിക്കും എന്ന് പറയാൻ പറ്റും. ഇത് ശരിക്കും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ മസിൽ ബയോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഉപകരണം വെച്ചിട്ട് ഈ മസിൽസിൻ്റെ സാമ്പിൾ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് അത് പരിശോധിച്ച് കണ്ടുപിടിക്കുന്നതാണ് മസിൽ ബയോപ്സി എന്നൊക്കെ പറഞ്ഞത്. അത് വളരെ കോസ്റ്റ്ലിയാണ്, ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നതാണ്, ബുദ്ധിമുട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അല്ലെങ്കിൽ MRI പോലുള്ള മെത്തേഡ് വെച്ചും കണ്ടുപിടിക്കാം. അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ഒരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മസിലിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പം തൊലിപ്പുറത്തേക്ക് ഒരു സിഗ്നൽ പ്രവഹിക്കുന്നുണ്ട്. അതിനെ ഇലക്ട്രോമയോഗ്രാഫി സിഗ്നൽ എന്നാണ് വിളിക്കുക. ഈ ഇലക്ട്രോമയോഗ്രാഫി സിഗ്നൽ അനലൈസ് ചെയ്ത് ഏത് തരത്തിൽപ്പെട്ട മസിൽ ഫൈബറാണ് ഒരാൾക്കെന്ന് മനസ്സിലാക്കിയാൽ, ഏത് തരത്തിൽപ്പെട്ട മസിൽ ഫൈബറാണ് അദ്ദേഹത്തിന് കൂടുതൽ എന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് ഏത് തരത്തിൽപ്പെട്ട സ്പോർട്ട് ഈവൻറ്റിലേക്ക് പോകാം എന്ന് നമുക്ക് അവരെ വഴിതിരിച്ചു വിടാൻ സാധിക്കും. കായിക താരങ്ങളുടെ കഴിവുകളും പേശി ന്യൂനതകളും കണ്ടെത്താനും സവിശേഷതകൾക്കനുസരിച്ച് പരിശീലനം ക്രമീകരിക്കാനും ഈ സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. സ്പോർട്സ് സയൻസ്, ഫിസിയോതെറാപ്പി, അത്ലറ്റിക് പരിശീലനം തുടങ്ങിയ രംഗങ്ങളിൽ വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഈ കണ്ടുപിടുത്തം വഴിവെക്കുമെന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ. ഈ മാസം 26-ന് ഇന്ത്യ 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ റിപ്പബ്ലിക് ദിന പരേഡിന് സാക്ഷിയാകാൻ ക്ഷണം ലഭിച്ചിരിക്കുന്നവരിൽ കൊല്ലം പെരിനാട് സ്വദേശി രാധാകൃഷ്ണ പിള്ളയുമുണ്ട്. വൈക്കോൽ ചിത്ര നിർമ്മാണത്തിലെ വൈദഗ്ധ്യവും സമർപ്പണവുമാണ് അദ്ദേഹത്തെ ഈ അവസരത്തിലേക്ക് എത്തിച്ചത്. രാധാകൃഷ്ണ പിള്ളയുടെ വിശേഷങ്ങൾ കേൾക്കാം നല്ല വാർത്തയിൽ ഇനി. വൈക്കോൽ ഉപയോഗിച്ച് തികവാർന്ന ചിത്രങ്ങൾ ഒരുക്കാൻ അമ്പഴവയൽ മുടിയിൽ വീട്ടിൽ രാധാകൃഷ്ണ പിള്ളയ്ക്ക് അതുല്യമായ കഴിവുണ്ട്. സംസ്കരിച്ചെടുത്ത വൈക്കോൽ കറുത്ത പ്രതലത്തിൽ നുറുങ്ങുകളായി ഒട്ടിച്ച് രൂപാവിഷ്കാരം നടത്തുന്ന കച്ചൽപ്പട നിർമ്മാണം എന്ന കരകൗശല പ്രക്രിയയ്ക്ക് അപാരമായ ക്ഷമയും പ്രയത്നവും ആവശ്യമാണ്. ചേട്ടൻ രാജേന്ദ്രൻ പിള്ളയിൽ നിന്നും 15 വയസ്സുള്ളപ്പോഴാണ് കച്ചിപ്പട നിർമ്മാണ കല രാധാകൃഷ്ണ പിള്ള സ്വായത്തമാക്കുന്നത്. 4.5 പതിറ്റാണ്ടിനിപ്പുറം തന്റെ 60ാം വയസ്സിൽ ഡൽഹിയിലെത്തി റിപ്പബ്ലിക് ദിന പരേഡിന് സാക്ഷിയാകാൻ ക്ഷണം ലഭിച്ചത് കലയോടുള്ള തന്റെ സമർപ്പണത്തിന് രാജ്യം നൽകുന്ന അംഗീകാരമായാണ് അദ്ദേഹം കാണുന്നത്. വ്യത്യസ്തമായ ഒരു കലാവിഷ്കാരത്തിന് സമർപ്പിച്ച ജീവിതമാണ് ഈ കലാകാരന്റേതെന്ന് നിസ്സംശയം പറയാം. അതിനുള്ള അംഗീകാരമാണ് റിപ്പബ്ലിക് ദിന പരേഡിന് സാക്ഷിയാകാനുള്ള ക്ഷണം.
മലയാളികൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയൊരു വെല്ലുവിളിയാണ് ജീവിതശൈലീ രോഗങ്ങൾ. സാംക്രമിക രോഗനിയന്ത്രണത്തിൽ വലിയ മുന്നേറ്റങ്ങൾ കൈവരിച്ചപ്പോഴും ജീവിതശൈലീ രോഗങ്ങൾ നമുക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ രോഗികളെ പ്രേരിപ്പിക്കുന്ന വേറിട്ടൊരു മാതൃക അവതരിപ്പിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രം. പത്തരമാറ്റ ആരോഗ്യം എന്ന പേരിൽ അവതരിപ്പിച്ച കൗതുകകരമായ പദ്ധതിയിലൂടെയാണിത്. ജീവിതശൈലി രോഗനിയന്ത്രണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് ഇക്കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സ്വർണ്ണ നാണയങ്ങൾ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ നൽകി. കൃത്യമായി മരുന്നുകൾ കഴിക്കുകയും തുടർചികിത്സയിൽ പങ്കെടുക്കുകയും ചിട്ടയായ ജീവിതചര്യയിലൂടെ രോഗങ്ങളെ നിലയ്ക്ക് നിർത്തുകയും ചെയ്തവർക്കായിരുന്നു സമ്മാനം. 3 മാസം തുടർച്ചയായി പ്രമേഹവും രക്തസമ്മർദ്ദവും നിയന്ത്രണത്തിലാക്കിയ 178 വ്യക്തികളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് വിജയികളെ തിരഞ്ഞെടുത്തത്. പുറക്കാട് FHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷിബു സുകുമാരൻ. പുറക്കാട് പഞ്ചായത്ത് ഒരു തീരദേശ ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ ജീവിതശൈലി രോഗികൾ വളരെ കൂടുതലാണ്. രോഗത്തിന്റെ കോംപ്ലിക്കേഷനുകളായ പെട്ടെന്നുള്ള മരണം, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, കിഡ്നി ഡിസീസ് എന്നിവ ഇവിടുത്തുകാർക്ക് വളരെ കൂടുതലായി കാണപ്പെട്ടിരുന്നു. കൃത്യമായി മരുന്ന് കഴിക്കാത്തതാണ് ഇതിന് കാരണം. കൃത്യമായി മരുന്ന് കഴിക്കാത്തവരെ കണ്ടെത്താനായി പ്രോഗ്രസ് കാർഡ് എന്ന ഒരു സോഫ്റ്റ്വെയർ രൂപപ്പെടുത്തി. ഓരോ മാസവും മരുന്ന് വാങ്ങാൻ വരാത്തവരെയും പ്രഷറും ഷുഗറും വളരെയധികം കൂടി നിൽക്കുന്നവരെയും കണ്ടെത്തി ആശുമാർ മുഖേന വീടുകളെത്തി വീട്ടുകാരെ അറിയിച്ച് ഇവരെ ചികിത്സയ്ക്ക് കൊണ്ടുവരാൻ നടപടി സ്വീകരിക്കുകയാണ് ആദ്യം ചെയ്തത്. അതുപോലെ ഇവിടെ പ്രഷറും ഷുഗറും വളരെ കൂടി നിൽക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മരുന്ന് കഴിക്കുകയും ആഹാര ക്രമീകരണവും വ്യായാമവും ചെയ്യുകയും രോഗനിയന്ത്രണത്തിൽ എത്തുകയും ചെയ്താൽ അവരെ മാസം തോറും സമ്മാനം നൽകി പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതുപോലെ കൃത്യമായി മാസം തോറും ചെക്കപ്പിന് വരികയും മരുന്ന് കഴിക്കുകയും തുടർച്ചയായി 3 മാസം BPയും ഷുഗറും നോർമലായി നിൽക്കുകയും ചെയ്യുന്നവർക്കായി പത്തരമാറ്റ ആരോഗ്യം എന്ന ന്യൂ ഇയർ ബമ്പർ പ്രൈസ് പരിപാടി ഏർപ്പെടുത്തി. ഇതിൽ 178 പേർ ക്വാളിഫൈഡ് ആയി. അവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികളെ കണ്ടെത്തുകയും ചെയ്തു. ഇതിൽ 1ാം സമ്മാനമായി സ്വർണ്ണ ബിസ്ക്കറ്റും 2ാം സമ്മാനം സ്വർണ്ണ നാണയവും 3ാം സമ്മാനം വെള്ളി ബിസ്ക്കറ്റും നൽകി. ഇതുപോലുള്ള പരിപാടികൾ ഇനിയും തുടരുന്നതാണ്. ഇതുവഴി കൃത്യമായി മരുന്ന് കഴിക്കാൻ അവർക്ക് പ്രേരണ ലഭിക്കുകയും ജീവിതശൈലി രോഗത്തിന്റെ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യും. ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ സ്റ്റാഫും മറ്റ് ജീവനക്കാരും ആശാപ്രവർത്തകരും ചേർന്നാണ് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തത്. സംരംഭത്തിന് നല്ല സ്വീകാര്യത ലഭിച്ച സ്ഥിതിക്ക് സമ്മാന പരിപാടി തുടരാൻ തന്നെയാണ് ആരോഗ്യ കേന്ദ്രം പദ്ധതിയിടുന്നത്. ആരോഗ്യരംഗത്തെ നമ്മുടെ പൊതുലക്ഷ്യങ്ങളെ ജനകീയവൽക്കരിക്കാൻ ഇത്തരം രസകരമായ പരിപാടികൾ സഹായിക്കും. ഇടുക്കിയിൽ നിന്നുള്ള ഒരു നല്ല വിശേഷം കേൾക്കാം ഇനി. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ പൂർണ്ണമായും ആദിവാസി വിഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് കട്ടമുടി കുഞ്ചിപ്പെട്ടി. മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെയുള്ളത്. വനത്താൽ ചുറ്റപ്പെട്ട ഈ ഗ്രാമത്തിൽ ഏകദേശം 20 ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന പാടശേഖരമുണ്ട്. ഈ പാടശേഖരത്തിൽ നിന്നുള്ള വിളവ് ഉഗ്രനൊരു ബ്രാൻഡായി മാറാൻ തയ്യാറെടുക്കുകയാണിപ്പോൾ. കട്ടമുടിക്കുടി പാടശേഖരത്തിൽ വിളഞ്ഞ നെല്ല് ഇനി മുതൽ കുഞ്ചിപ്പെട്ടി അരി എന്ന പേരിൽ വിപണിയിലെത്തും. ബ്രാൻഡ് ചെയ്ത അരി മന്ത്രി OR കേളു അടുത്തിടെ പുറത്തിറക്കിയിരുന്നു. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകൾ, കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെ ഈ ഗ്രാമത്തിൽ ഒരു കാർഷിക മുന്നേറ്റം തന്നെ നടക്കുകയാണിപ്പോൾ. ഈ വർഷം ഇവിടുത്തെ നെൽകൃഷി 3 ഇരട്ടിയായി വർദ്ധിച്ചു. കർഷകരുടെ എണ്ണത്തിലും വർധനവുണ്ടായി. ഈ വർഷം മുതൽ വിപുലമായ വേനൽക്കാല പച്ചക്കറി കൃഷി ആരംഭിക്കാനാണ് പാടശേഖര സമിതി ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം ഉത്തരവാദിത്ത ഫാം ടൂറിസം പദ്ധതികൾ കൂടി നടപ്പിലാക്കുന്നതിനുള്ള ആലോചനയിലുമാണ് പാടശേഖര സമിതി. സുസ്ഥിരതയുടെയും സമൃദ്ധിയുടെയും ഒരു ഹൈറേഞ്ച് മാതൃക തന്നെയാണിത്. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്തകൾ അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം മയൂഷ AM. അവതരണം ലക്ഷ്മി ശ്രീ വിജയ. തയ്യാറാക്കിയത് അരവിന്ദ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.